നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ആധുനിക സാങ്കേതിക സംവിധാനം അഭൂതപൂർവമായി വളരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എനിക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും നൂറുകണക്കിന് ക്ലിപ്പിങ്സുകൾ വരാറുണ്ടെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അതിൽ വരുന്ന പലതും പേപ്പർ കട്ടിങ്ങുകളായിരിക്കും, ഫോട്ടോകൾ. ആ പേപ്പർ കട്ടിങ്ങുകൾ പോലും പുതിയ AI സാങ്കേതിക വിദ്യയിലൂടെ അത്ഭുതപ്പെടുത്തുന്ന ചിത്രങ്ങളായി എൻ്റെ ഒരു സുഹൃത്ത് തിരിച്ചയച്ചു തരും. ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു, നിങ്ങളുടെ ബ്രദർ ലക്ഷ്മണൻ്റെ ഒരു നരച്ച പത്രത്തിലൊരു കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ കളറിൽ മനോഹരമായ ഫോട്ടോ ആയിട്ട് എനിക്ക് അയച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ പേര് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഒരു ദിവസം നമുക്ക് 3 ചിത്രങ്ങൾ ഇങ്ങനെ മാറ്റിയെടുക്കാം. 499 രൂപ ഒരു മാസം ഉള്ള ആ താരിഫാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആ പൈസ അദ്ദേഹത്തിന് കൊടുക്കും. അപ്പോൾ എനിക്കിഷ്ടമുള്ള അല്ലെങ്കിൽ എൻ്റെ കൈവശം വരുന്ന ചില പടങ്ങൾ AIയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കും. പുള്ളി 1-2 ദിവസത്തിനുള്ളിൽ അത് തിരിച്ചയച്ചു തരും. ഒരുപാട് ചിത്രങ്ങൾ പുതിയതാക്കി എനിക്ക് അയച്ചു തന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ ചിത്രങ്ങളാണ് പുതുപുത്തൻ കളർ ചിത്രങ്ങളായി മാറ്റി എനിക്ക് അയച്ചു തരുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നാറുണ്ട് എനിക്ക്. കാലത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ച ഞാൻ ആസ്വദിക്കുന്ന ആളാണ്. നമ്മുടെ ചാനൽ കാണുന്ന പുതിയ പഴയകാല ചിത്രങ്ങളൊക്കെ ഇങ്ങനെ രൂപപരിണാമം വരുത്തിയെടുക്കുന്നതാണ്. 2 നാൾ മുമ്പ് ഞാൻ എന്തോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രി ഒരു 12 മണി കഴിഞ്ഞു. എനിക്കൊരു വീഡിയോ വന്നു ഫേസ്ബുക്കിൽ. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ സത്യം പറയണം, അറിയാതെ ഞാൻ മൂക്കത്ത് വിരൽ വെച്ച് പോയി. എന്നെ മാറ്റിമറിച്ച ഒരു വീഡിയോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിൽ അതിനേക്കാൾ രസകരം. ഞാൻ എൻ്റെ മോനോട്, അച്ഛനോട് ഇതിൻ്റെ സൃഷ്ടാവിനെ ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞു. കാരണം ഒന്നും അതിൽ കൊടുത്തിട്ടില്ല, പേരോ നാളോ ഫോണോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നേരം വെളുത്തപ്പോൾ മോൻ അവൻ്റെ ഫോൺ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. ഈ വീഡിയോ റീലുണ്ടാക്കിയ യുവാവാണ് ലൈനിൽ നിൽക്കുന്നത്. എന്തോ മെസ്സഞ്ചറിലോ എന്തോണ്, നമ്പർ അറിയാതിരിക്കാൻ വേണ്ടിയാണ്, മെസ്സഞ്ചറിലോ എന്തോണ് വിളിച്ചിരിക്കുന്നത്. അച്ഛന് നമ്പർ കൊടുക്കാൻ അയാൾക്കൊരു സന്ദേഹം. ഞാൻ വിളിച്ച് വഴക്ക് വല്ലതും പറയുമോ എന്ന ആശങ്കയുണ്ട് ആ ചെറുപ്പക്കാരന്. ഞാൻ അയാളെ ഒരുപാട് അഭിനന്ദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത്, സാറിന് എനിക്ക് വലിയ ഇഷ്ടമാണ് സാർ, അതാ ഇങ്ങനെ ഞാൻ ഒരെണ്ണം ചെയ്തത്. ഇനിയും 2-3 ആശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, ഞാനത് ചെയ്ത് സാറിന് അയച്ചു തരാം. ഞാനിത് വാരഫലത്തിൽ കാണിച്ചാൽ പ്രശ്നമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. സന്തോഷമേ ഉള്ളൂ സാർ. ശരി, വരുന്ന ഞായറാഴ്ച ഞാനിത് വാരഫലത്തിൽ കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. എനിക്കൊരുപാട് ഇഷ്ടമായി. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. 30 സെക്കൻഡ് എന്തോ ഉള്ളൂ, ഒന്ന് കണ്ടു നോക്കൂ. Word up, yeah, check the mic, Used to think the old God had a crooked creed, a poisonous seed, but the sprout from that root, it's a whole different breed of greed. Alukka Cherukkan Tandayekal Mosham. This new filth is a stain that just won't come clean from the cloth. Alukka Cherukkan Tandayekal Mosham. നമസ്കാരം. പുതിയ വാരഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പല പ്രാവശ്യം എന്നോട് നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, ദിനേശേ, അതിവിനയം കാണിക്കുന്ന ഒരാളെയും ദിനേശ് ജീവിതത്തിൽ വിശ്വസിക്കരുത്. ഇതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു നിർദ്ദേശം. കാരണം ഈ അതിവിനയം കാണിക്കുന്നവൻ പച്ച കള്ളനായിരിക്കും. കള്ളമേ ജീവിതത്തിൽ കാണിക്കും. അങ്ങനെയുള്ളവനാണ് ഈ അതിവിനയം കാണിക്കുന്നത്. എൻ്റെ അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ
ഷീനിച്ചേട്ടൻ്റെ നിരീക്ഷണം 100% സത്യമാണെന്ന് ഞാൻ സർട്ടിഫൈ ചെയ്യും. ഉദാഹരണത്തിന് നമ്മുടെ നടൻ ജയറാമിൻ്റെ കാര്യം തന്നെ എടുക്കാം. നല്ല പരിചയക്കാരായിരുന്നു ഞങ്ങൾ. സ്വയംവരപന്തലിലും എഴുന്നള്ളത്തിലും ഒക്കെ ഒന്നിച്ച് വർക്ക് ചെയ്തവരാണ്. അയാളുടെ ആദ്യകാല വിറ്റ്നസ് അടക്കമുള്ള സിനിമകളുടെ, വചനം അടക്കമുള്ള സിനിമകളുടെ സെറ്റിൽ പത്രക്കാരനായി പോയ കാലം മുതലുള്ള ബന്ധമാണ്. അയാളെ നമുക്ക് അതിവിനയത്തോടെ അല്ലാതെ മമ്മൂട്ടിയെ പോലെയോ പ്രണവ് മോഹൻലാലിനെ പോലെയോ നമുക്ക് കാണാനേ കഴിയില്ല. ഇവരുടെയൊന്നും മുഖത്ത് വിനയമില്ലല്ലോ. പക്ഷേ ജെൻറ്റിൽമാൻ ആണ് ഈ രണ്ടുപേരും ഞാൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ജയറാമിനെ പോലെ ഇത്തരം നാട്യമുള്ളൊരു മുഖം ജയറാമിൻ്റെ മകൻ കാളിദാസിന് പോലും കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. കാളിദാസൻ പോലും ഒരു കള്ളനല്ല. ഞാൻ ഈ മഹാനടനെക്കുറിച്ച് ചുരുക്കം ചില എപ്പിസോഡുകളിൽ പറഞ്ഞു പോയിട്ടുണ്ട് എന്നല്ലാതെ അയാളെപ്പറ്റി ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് പലരും വിളിച്ചു പറഞ്ഞിട്ടും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അവരോട് പറയും, എന്തിനെന്നേ അയാളെ ഇപ്പം രാഹുൽ ഈശ്വർ പറയുമ്പോൾ ബ്രാഹ്മണ ശാപം, രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടില്ലേ പിണറായി വിജയന് ബ്രാഹ്മണ ശാപമാണെന്ന്. ഇവനൊക്കെ ഇന്നത്തെ കാലത്ത് ഈ ചെറുപ്പക്കാരൻ ആലോചിക്കുക എന്ത് വിവരക്കേടാ പറയണമെന്ന് ആലോചിക്കുക. അതുപോലെ ജയറാമും കൂടുതലിട്ട് ബീഫും ചിക്കനും ഒക്കെ തിന്നണമല്ലേ. അപ്പോൾ ബ്രാഹ്മണ ശാപം ചിലപ്പോൾ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അയാളെക്കുറിച്ചൊന്നും ചെയ്യാത്തത്. സത്യം അതല്ല. നല്ല കാര്യങ്ങൾ പറയാൻ ഒന്നുമില്ല ജയറാമിനെക്കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ അയാളെക്കുറിച്ചൊരു പ്രോഗ്രാം ചെയ്തത്. ചീത്ത കാര്യം മാത്രം പറയാനായിട്ട് എന്തിനാണ് ഒരു എപ്പിസോഡ് ചെയ്യുന്നത്? നമ്മളെ എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നല്ലതും ചീത്തയും പറയും. ഇത് ചീത്ത മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അയാളെക്കുറിച്ചൊന്നും ചെയ്യാത്തത്. കാര്യം എന്തൊക്കെ പറയാനുണ്ടെങ്കിലും പൊളിഞ്ഞു നിന്ന ജയറാമിനെ വെച്ച് സൂപ്പർ ഹിറ്റുകൾ തുടർച്ചയായി നൽകിയ രാജസേനോട് ഇയാൾ കാട്ടിയ പ്രവൃത്തി ഒട്ടും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ലല്ലോ. ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ അപരൻ്റെ സെറ്റിൽ ചെന്നിടം മുതൽ സുരേഷ് ഉണ്ണിത്താനുമായി ഉണ്ടാക്കിയെടുത്ത നല്ല സൗഹൃദം ഉണ്ടായിരുന്നു ജയറാമിന്. ഉണ്ണിത്താൻ ജാതകത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി മാറിയപ്പോൾ ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ ജയറാമായിരുന്നു ജാതകത്തിലെ നായകൻ. ലോഹി എഴുതി ഉണ്ണിത്താൻ ചെയ്ത രണ്ടാമത്തെ സിനിമ രാധാമാധവത്തിലും ഇയാളെ തന്നെ നായകനാക്കി. ഉണ്ണിത്താൻ്റെ മുഖചിത്രം എന്ന് പറഞ്ഞ സിനിമ ജയറാമിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഒന്നാണ്. അങ്ങനെയുള്ള സുരേഷ് ഉണ്ണിത്താൻ ഒരു കഥ പറയാൻ തിരുവനന്തപുരത്തെ ഗീത് ഹോട്ടൽ ഗീതിൽ റിസപ്ഷനിൽ 2.5 മണിക്കൂർ ജയറാമിൻ്റെ തിരുമുഖം കാണാനായി കാത്തിരുന്നു. സാറ് തൂക്കിയിട്ടിറുക്ക് എന്നാണ് ഇയാളെ കൂടെയുള്ള എർത്ത് പറഞ്ഞത്. തൂങ്ങിയിട്ടിരിക്കുന്നു, ഇപ്പം തൂങ്ങിയിട്ടിരിക്കുക. എപ്പോഴും കാത്തിരുന്ന സുരേഷ് ഉണ്ണിത്താൻ്റെ മുന്നിലൂടെ സുരേഷ് ഉണ്ണിത്താനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അപരിചിതത്വം കാണിച്ച് കാറിൽ കയറിപ്പോയി. 2.5 മണിക്കൂറിന് ശേഷം സുരേഷ് ഉണ്ണിത്താൻ്റെ മനസ്സിൽ ജ്വലിച്ച ശാപം ഉറപ്പായും ജയറാം അനുഭവിച്ചിരിക്കാം. എത്ര പെട്ടെന്നാണ് നായകനിൽ നിന്നും തപോന്ന് താഴെ പോയത്. ക്യാമറയ്ക്ക് മുന്നിലല്ല, സ്വന്തം ജീവിതത്തിലാണ് ഈ നടൻ്റെ യഥാർത്ഥ അഭിനയം നടക്കുന്നത്. കാണുന്നവർക്ക് തോന്നും, ഷോ എന്തൊരു നിഷ്കളങ്കനായ മനുഷ്യൻ. അഭിനയം വേണം കാണാൻ. ജന്മം കൊണ്ട് ഇയാൾ പൂണൂലിട്ടവനാണ്. പക്ഷേ കാളയും കോഴിയും മീനും ഒക്കെ തിന്നുന്ന പൂണൂൽധാരിയുമാണ്. ഭാര്യയാണെങ്കിൽ ഒരു നായരൂട്ടിയായിരുന്നല്ലോ. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ആണ് ജയറാം. മലയാറ്റൂർ IAS എപ്പോഴും താനൊരു പെരുമ്പാവൂരുകാരൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ മലയാറ്റൂരുകാരൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അമ്മയെ അച്ഛൻ തിരുമണം നടത്തിയത് കേരളത്തിൽ, പിള്ളേരെ ഉണ്ടാക്കിയത് കേരളത്തിൽ, പഠിപ്പിച്ച് വലുതാക്കി ഉത്സവപ്പറമ്പുകളിൽ മിമിക്രി കളിക്കാൻ പോയത് കേരളത്തിൽ, നടനായത് കേരളത്തിൽ, സംബന്ധം കഴിച്ചത് കേരളത്തിൽ. പക്ഷേ തമിഴൻ്റെ ക്യാമറ കണ്ടാൽ പറയും മാതൃഭാഷ എൻ്റേത് തമിഴ്. ഒരു യൂട്യൂബർ പറയുന്നത് 2 രൂപയുടെ എളിമ ഇടേണ്ടിടത്ത് 2000 രൂപയുടെ എളിമ ഇട്ടുകളയും ജയറാം എന്നാണ്. 100% നല്ല നിരീക്ഷണമാണത്. 2 രൂപയുടെ എളിമ ഇട്ടാൽ മതി ഇങ്ങനെ, പക്ഷേ 2000 രൂപയ്ക്ക് ഇട്ടുകളയും ജയറാം എന്നാണ് പറയുന്നത്. അമ്മ വന്ന് കുംഭകോണം, அப்பா வந்து பாலக்காடு. அந்த காலத்து பாலக்காடு தமிழ்நாடு.
நான் வந்து பெரும்பாவூர், குழந்தைகள் சென்னை, பொண்டாட்டி நாயர் குறுப்பு. அந்த டைமிலே പാലക്കാടും തമിഴ്നാട്ടിൽ தான் ഇരുന്നത്. ജനിച്ചത് പഠിച്ചത് വളർന്നത് കൊച്ചി എന്താ പറയുക, കൊച്ചി. 2 ലാംഗ്വേജും ഒന്നും മാതൃത ഇദ്ദേഹത്തിന്. തമിഴും മലയാളവും ഒന്നും മാതൃത, ഒന്ന് ഫസ്റ്റ് ഒന്ന് സെക്കൻഡ്, അന്ത മാതിരി ഇല്ലേ. പക്ഷേ ഞാൻ ജനിച്ചത് വളർന്നത് പഠിച്ചത് പേരുണ്ടാക്കിയത് സിനിമയിൽ കയറിയത് എല്ലാം മലയാളത്തിലാണ്. അതിൽ നിന്നാണല്ലോ തമിഴിൽ പോയി പൊട്ട വേഷങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അയാൾ പറയുന്നത് 2 ലാംഗ്വേജും എനിക്ക് ഒന്ന് മാതൃത. വീട്ടിൽ പേസുന്നതെല്ലാം തമിഴ്. എനിക്കറിയില്ല, പൊണ്ടാട്ടി തമിഴ്നാട്ടിൽ താമസത്തിന് പോയ ശേഷമായിരിക്കും തമിഴ് പഠിച്ചത്. ചെറുതാനേ, അല്ലാതെ തമിഴ് പഠിച്ച ആളല്ലല്ലോ ഇയാളുടെ ഭാര്യ. മലയാളവും കംഫർട്ട്, തമിഴും കംഫർട്ട്. പേശുവർക്ക് സംസാരിക്കുന്നതിന് മലയാളവും തമിഴും കംഫർട്ടാണെന്ന്. റാംരാജിൻ്റെ പരസ്യം നമ്മൾ മറക്കാറായിട്ടില്ല. എൻ്റെ നാടിൻ്റെ താളത്തിൽ അഭിമാനമുണ്ട്, എൻ്റെ നാടിൻ്റെ സംസ്കാരത്തിൽ അഭിമാനമുണ്ട്, എൻ്റെ നാട്ടിൽ ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. പരസ്യത്തിൽ തള്ളോട് തള്ളായിരുന്നു, അഭിമാനമുണ്ട്. ഇവിടെ വന്ന് ചെണ്ട കൊട്ടും, തമിഴ്നാട്ടിൽ ചെന്ന് വോട്ട് ചെയ്യും. തമിഴൻ്റെ ക്യാമറ കണ്ടാൽ തമിഴൻ, മലയാളം ക്യാമറ കണ്ടാൽ മലയാളമുണ്ട് ആകും. മോഹൻലാലും ദുൽഖറും ഭഗതും നയൻതാരയും പ്രിയനും കല്യാണിയും ഒരു കാലത്ത് കുറേ കാലം മമ്മൂട്ടിയും ഒക്കെ വർഷങ്ങളായി തമിഴ്നാട്ടിൽ താമസിച്ചിരുന്നു. പക്ഷേ ഇവരാരും ഞാൻ വന്ന് തമിഴൻ മട്ടും താ എന്ന് പറഞ്ഞിട്ടില്ല. അവർ മലയാളിയായി അഭിമാനത്തോടെ ചെന്നൈയിൽ ജീവിക്കുന്നു. ഈ കെട്ടിയോൻ പറയുന്ന പോലെ പൊണ്ടാട്ടി പറയില്ല, പാർവതി പറയുമോ ഞാൻ തമിഴത്തിയാണെന്ന്? എനിക്കോളില്ല പറയുന്നു. ഞാൻ തിരുവല്ലക്കാരി, നല്ല കുറുപ്പാണെന്നല്ലേ പറയൂ. നക്കാപിച്ച വേഷങ്ങൾക്കായുള്ള ഗിമ്മിക്സാണ് ഇത് എന്ന് ഞാൻ പറയും. ഇപ്പോൾ തന്നെ നമ്മുടെ നടൻ ശ്രീനിവാസൻ മരിച്ചു. രോഗഗ്രസ്തനായി എത്രയോ നാൾ ആശുപത്രിയിലും വീട്ടിലുമായി അദ്ദേഹം കഴിഞ്ഞു. തിരിഞ്ഞു നോക്കിയോ ഈ മഹാൻ? എത്ര നല്ല തിരക്കഥകളിൽ ഇദ്ദേഹത്തിന് വേഷം കൊടുത്തു. നോക്കില്ല. പത്മരാജ സാർ നേരത്തെ പോയത് നന്നായി എന്ന് ഞാൻ പറയും. ശ്രീനിവാസൻ മരിച്ചപ്പോൾ പറയുകയാണ്, എനിക്ക് അന്ന് നിർത്തിപ്പോരാൻ പറ്റാത്ത ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. എടാ, സ്വന്തം വീട്ടുകാരെങ്കിലും മരിക്കുമ്പോൾ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോകാതിരിക്കരുത്. സ്വന്തം അച്ഛനും ചേട്ടനും അമ്മയും ഒക്കെ മരിച്ചപ്പോൾ സ്റ്റേജിൽ മിമിക്രിയും ഗാനമേളയും നടത്തി കാശുണ്ടാക്കുന്നവന്മാരും അവളുമാരും ഉള്ള നാടാണിത് എന്ന് എനിക്കറിയാം. അത് ഞാൻ മറക്കില്ല ഒരിക്കലും. 6 കോടിയിലധികം വില വരുന്ന വസ്തുവകകൾ ബന്ധം വിടർത്തിയിട്ട് പോലും മക്കൾക്കായി ഇട്ടിട്ട് മരിച്ച ഭർത്താവിൻ്റെ ചേതനേറ്റ് ശരീരം കിടക്കുമ്പോൾ ബിഗ് ബോസിൽ അർമാദിച്ചവൾ ഉള്ള നാടാണ് കേരളം, അല്ലേ? 6.5 കോടി രൂപയുടെ വസ്തു അയാൾക്ക് വേണമെങ്കിൽ ഗാന്ധി ഭവൻ എഴുതി വെച്ചൂടെ? പക്ഷേ അയാൾ ഇത്രയും മോശമായി അയാളുടെ പെരുമാറിയിട്ട് പോലും അയാളുടെ മക്കൾക്ക് എഴുതി വെച്ചിട്ട് പോയി. അതിനെ വിറ്റു. ഇനി കുറേ കാലം പുട്ടടിക്കാനുള്ള കാശായി. അങ്ങനെ മരിച്ച മനുഷ്യൻ ചേതനേറ്റ് വീട്ടിൽ കിടക്കുമ്പോൾ, അനാഥനായി കിടക്കുമ്പോൾ ബിഗ് ബോസിൽ ചെന്ന് ഉഡാൻസ് കളിച്ച പാർട്ടികൾ കേരളത്തിലുണ്ട്. സാംസ്കാരിക നായികയാണ്. സാംസ്കാരിക നായിക. ഇപ്പോൾ ഇതൊക്കെ ജയറാം തന്നെയാണ് നമ്മളെ ഓർമ്മിപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ ജയറാമിനെ പറ്റി പറയില്ലായിരുന്നു. ജോഷി സാർ സംവിധാനം ചെയ്ത അമ്മ നിർമ്മിച്ച 2020 സിനിമയിലെ ക്ലൈമാക്സിൽ, ആ ക്ലൈമാക്സ് നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ പോസ്റ്ററിൽ 5 പേര് നിരന്ന് നടന്നു വരുന്നതാണല്ലോ പോസ്റ്റർ. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, പിന്നെ ജയറാം. പക്ഷേ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ അതിൽ ജയറാമില്ല അങ്ങനെ നടന്നു വരുന്നതിൽ. ഇക്കാരണം ചോദിക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ജയറാം മൊഴിയുന്നത് വിഷുവിന് വീട്ടിൽ പോകണം. അപ്പോൾ ജോഷി സാർ പറഞ്ഞത്ര 2 നാൾ കൂടി നീ ഇവിടെ നില്ലെന്ന്. നീ നിന്നാൽ നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന 2-3 ഷോട്ട് എടുത്തിട്ട് വിടാം എന്ന് പറഞ്ഞു. പക്ഷേ ജോഷി സാറിനോട് പറഞ്ഞത് പറ്റില്ല, എനിക്ക് വിഷുവിന് വീട്ടിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പോയി എന്നാണ് ഇദ്ദേഹം ഒരു ക്യാമറയിൽ പറഞ്ഞത്. പോയി. പിന്നെ വിഷുവിനെ വിട്ടു. മറ്റൊരു ക്യാമറ കാണുമ്പോൾ എനിക്കന്ന് ശബരിമലയിലെത്തണം. 2020 ക്ലൈമാക്സ് ആണോ ശബരിമലയാണോ മുഖ്യം? എനിക്ക് ശബരിമലയാണ് മുഖ്യം. ഞാനങ്ങ് പോയി. മറ്റേ ആ സ്വർണ്ണ വാതിലൊക്കെ മോഷിച്ചൊരു കള്ളനുണ്ടല്ലോ, അയാളാണല്ലോ കൂട്ടുകാരൻ.
അതുകൊണ്ട് പോയതായിരിക്കും. മൂന്നാമതൊരു ക്യാമറ വന്നപ്പോൾ ക്ലൈമാക്സ് എടുക്കണമോ ഓണത്തിന് വീട്ടുകാരോടൊപ്പം ഉണ്ണണോ എന്ന് ചോദിച്ചു. എനിക്ക് വീട്ടുകാരോടൊപ്പം ഉണ്ടാ മതി എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. അപ്പോഴാണ് ഒരു തമിഴൻ ക്യാമറയായിട്ട് വന്നത്. ഇതേ ചോദ്യം തമിഴൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം, ദീപാവലിക്ക് ഫാമിലിയോടൊപ്പം കൂടണോ 5 പേര് നിരന്ന് നടന്നു വരുന്ന ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ദീപാവലി താ മുഖ്യം, അതുകൊണ്ട് ഞാൻ ചെന്നൈക്ക് പോയി. എടാ, വാക്കിന് എന്തെങ്കിലും ഒരു സ്ഥിരത വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് കാണുന്നവർ പുച്ഛിക്കുമെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? ജോഷി സാറിൻ്റെ സിനിമയിൽ നിന്നൊക്കെ ക്ലൈമാക്സിൽ നിൽക്കാതെ പോയി എന്ന് പറയുന്നതിൽ എത്ര സത്യത? എനിക്ക് വേണമെങ്കിൽ ജോഷി സാറിനെ വിളിച്ച് ചോദിക്കാം, പക്ഷേ ആ വലിയ മനുഷ്യനെ നമ്മൾ വിളിച്ച് ചോദിക്കുന്നത് ശരിയല്ല. എനിക്ക് വേണമെങ്കിൽ രഞ്ജിത്തിനെ വിളിച്ച് ചോദിക്കാം, രഞ്ജിത്ത് ഈ പടത്തിൻ്റെ ക്ലൈമാക്സിൽ എന്താ ജയറാം ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം, സത്യം ഒപ്പം അറിയാൻ പറ്റും. ഞാൻ വിചാരിച്ചു എന്തിന് രഞ്ജിത്തിനോട് ചോദിക്കണേ, വേണ്ട. അതുകൊണ്ട് ജോഷി സാറിനോടും ചോദിച്ചില്ല, രഞ്ജിത്തിനോടും ചോദിച്ചില്ല, ഇടവേള ബാബുവിനോടും ചോദിച്ചില്ല. പക്ഷേ ഓരോ ക്യാമറ കാണുമ്പോൾ ഓരോ രീതിയിൽ പറയുമ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ കാണുന്ന ജനം എന്നെ പുച്ഛിക്കും. നാക്കെടുത്ത് വളച്ചാൽ കള്ളമേ പറയൂ, പൊങ്ങച്ചമേ പറയൂ എന്ന് ചിന്തിക്കില്ലേ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നടനാണ് ജയറാം. അടുത്ത കഥ, ഇന്നലെ രാത്രി 11:27, ഞാൻ അപ്പം തന്നെ ഫോണിൽ നോക്കി എത്ര മണിയായിരുന്നു. രാത്രി 11:27 നമ്മുടെ ബോൾഗാട്ടി ധർമ്മജൻ എന്നെ വിളിച്ചു. ഞാനിപ്പോൾ കുറേ കാലമായിട്ട് അയാളുടെ ഫോൺ എടുക്കില്ലല്ലോ, ഇതും എടുത്തില്ല. എന്തിന് വെറുതെ അയാളുടെ വഴക്കിടണം എന്ന് ഞാൻ സ്വയം ആലോചിച്ചു. സ്വയം കുഴിക്കുന്ന കുഴിയിൽ വീഴുന്നവനാണ് ബോൾഗാട്ടി ധർമ്മജൻ. നനച്ചിരിക്കാതെ എന്തൊരു ഭാഗ്യമാണ് ധർമ്മജനെ തേടി വന്നത്. എല്ലാം കളഞ്ഞു കുളിച്ചു എന്നതാണ് സത്യം. കഴിഞ്ഞ തവണ ധർമ്മജനെ തോൽപ്പിച്ച സ്ഥാനാർത്ഥിയെ, LDF സ്ഥാനാർത്ഥിയെ ഇത്തവണ UDFിലെ അധികം അറിയപ്പെടാത്ത ഒരു പയ്യൻ തോൽപ്പിച്ച് MLA ആയി. ധർമ്മജൻ നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ധർമ്മജനെ നിർത്തിയിരുന്നെങ്കിൽ ഉറപ്പായും ജയിച്ചേനെ, MLA ആയനെ. വിധി ധർമ്മജന് അനുകൂലമല്ല. ഒരു കൊടുങ്കാറ്റ് പോലെയാണല്ലോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു UDF തരംഗം വീശിയത്. അപ്പോൾ ധർമ്മജൻ നിന്നിരുന്നെങ്കിലും അവിടെ ജയിച്ചേനെ. പക്ഷേ ധർമ്മജന് സീറ്റ് കൊടുത്തില്ല. സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഒന്നിൻ്റെ അധിപനാകാനും ധർമ്മജനെ കോൺഗ്രസ് ക്ഷണിച്ചേനെ. ഉറപ്പായും ധർമ്മജൻ നോർമലായി നടന്നിരുന്നെങ്കിൽ വിളിച്ചേനെ എന്നാണ് അതിനെ തിരുത്തി പറയാനുള്ളത്. ചലച്ചിത്ര അക്കാദമിയൊന്നും ധർമ്മജന് കൊടുത്തില്ല എങ്കിലും ഭാരത് ഭവൻ അടക്കം എവിടെയെങ്കിലും ഒരു സ്പേസ് ധർമ്മജന് കിട്ടിയേനെ. ലഹരിയിൽ അതെല്ലാം നശിപ്പിച്ചില്ലേ ധർമ്മജ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിഷാരടി അടക്കം ധർമ്മജൻ്റെ സ്നേഹിതർ കഴിക്കാത്തവരാണ്. അവരെ കഴിക്കാൻ അവർ അനുവദിക്കില്ല എന്നുള്ളതാണ് ധർമ്മജനും അവരുമായിട്ടുള്ള വ്യത്യാസം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ധർമ്മജനില്ല. എനിക്ക് ധർമ്മജൻ ബിബിൻ ജോർജ് തുടങ്ങിയ ബിരിയാണി കടയുടെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പടം ആരോ അയച്ചു തന്നു. അതിൽ തന്നെ നോക്കിയിരുന്നപ്പോൾ ഞാൻ ധർമ്മജൻ്റെ ഭാര്യയെയും മക്കളെയും പറ്റിയാണ് സത്യത്തിൽ ആലോചിച്ചത്. 4 ആൾ കൂടുന്നിടത്ത് പരിഹാസ്യ കഥാപാത്രമായി, ഉറയ്ക്കാത്ത കാലുകളും സ്ഥാനം തെറ്റി ബട്ടൺസുകളിട്ട ഉടുപ്പും ഷൂവും അന്തൻ്റെ കൂളിംഗ് ഗ്ലാസും ഒക്കെ ആയാണ് ബിബിൻ ജോർജിൻ്റെ ബിരിയാണി കട ഉദ്ഘാടനം ചെയ്യാൻ ധർമ്മജൻ വന്ന് പിച്ചക്കാരനെ പോലെ ഇരിക്കുന്നു. കാരണം ഇവിടെ ഇടാനുള്ള ബട്ടൺസ് ഇവിടെ ഇടാനുള്ള ബട്ടൺസ് അവിടെ ഇട്ട്, ഉടുപ്പ് ഇങ്ങനെ ഇരിക്കുന്നു. അതെങ്കിലും ഒന്ന് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡ്രൈവറെങ്കിലും അല്ലെങ്കിൽ ബിബിൻ ജോർജെങ്കിലും അതൊന്ന് നേരെ ഇട്ട് കൊടുക്കണമായിരുന്നു. എന്തിനാണ് ധർമ്മജ സ്വയം പരിഹാസ്യനായി നിന്നു കൊടുക്കുന്നത്? സദാ ലഹരിയിലാണെങ്കിൽ ഞാനില്ല ഒന്നിനും എന്ന് പറഞ്ഞ് വീട്ടിൽ ബോധമറ്റ് കിടന്നുറങ്ങാമായിരുന്നില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ കൂട്ടുകാർ പറഞ്ഞ് കളിയാക്കും, ആ വിധമാണ് ജോക്കറാകുന്നത് ധർമ്മജൻ. എന്തിനാണ് അങ്ങനെ ജോക്കറാവുന്നത് ധർമ്മജൻ? അതെങ്ങനെയാ? ചിലർ മദ്യപിക്കുന്നത് ആരും അറിയാതിരിക്കാനായി ശ്രമിക്കും, ആരും അറിയരുത് ഞാൻ കഴിച്ചിരിക്കുകയാണെന്ന്. എന്നാൽ ചിലർ ബോൾഗാട്ടിയെ പോലുള്ളവർ അടിച്ചതിൻ്റെ ഇരട്ടി അഭ്യാസം കാണിക്കും.
അതിലങ്ങ് കോൾമേർ കൊള്ളും. ഞാൻ നല്ല മലയാള സിനിമയിലെ ഏറ്റവും വലിയ മദ്യപാനിയാണ് ഞാനാണ് എന്ന് കാണിക്കാൻ. കഷ്ടമാണ് ബോൾഗാട്ടി ധർമ്മജൻ്റെ ജീവിതം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. അടുത്ത കഥയാണ് അതിനേക്കാൾ രസം. വാദിയെ പ്രതിയാക്കുന്ന ഒരു കാഴ്ച കണ്ടു. നമ്മുടെ വരട്ട് ന്യായം പറയുന്ന രാഹുൽ ഈശ്വറിൻ്റേതാണ് ഈ വരട്ട് ന്യായം. രാഹുൽ ഈശ്വറിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രാഹ്മണ ശാപമാണെന്ന് പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനം പോയത്, അല്ലെങ്കിൽ LDFിൻ്റെ ഭരണം പോയത്. എടാ, ബ്രാഹ്മണൻ മര്യാദക്കാരനായിരിക്കണ്ടേ? മര്യാദക്കാരനായിരിക്കണ്ടേ? അയ്യപ്പസ്വാമിയുടെ പ്രതിപുരുഷൻ എന്ന് പറഞ്ഞിട്ട് കാല് നീട്ടി വെച്ചോണ്ടിരുന്ന് കൊള്ളയടിക്കുന്നവനെ അവൻ്റെ ബ്രാഹ്മണ ശാപം എങ്ങനെ കിട്ടണേ? ദേവസ്വം ബോർഡിൻ്റെ ബോർഡ് വെച്ച കാറിൽ ശബരിമലയുടെ തന്ത്രി ഹോട്ടലിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി ബാറിൽ കയറി കുപ്പി വാങ്ങിച്ചാൽ അവനെ എങ്ങനെയാടാ മനുഷ്യർ ബഹുമാനിക്കുന്നത്? അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗുണ്ടയായ ശോഭ ജോണിൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി പിറന്നപടി നൂൽ ബന്ധമില്ലാതെ നിർത്തി പെണ്ണുങ്ങളെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കുന്നവനെ തന്ത്രി എന്നെങ്ങനെ വിളിക്കും? വിളിക്കേണ്ടത് വേറൊരു വാക്കാണ്, പക്ഷേ ക്യാമറയുടെ മുന്നിൽ പറയാൻ പറ്റില്ല. ബ്രാഹ്മണ ശാപവും കൊണ്ട് നടക്കേണ്ട എൻ്റെ പൊന്ന് രാഹുൽ ഈശ്വറെ, അതൊക്കെ നീയും അടക്കം പൂണൂലിട്ടിരിക്കാം. പക്ഷേ പൂണൂലിട്ടവന്മാരൊക്കെ ഒന്നും ഇപ്പോൾ യാതൊരു വിലയുമില്ല. എൻ്റെ പൊന്ന് രാഹുലേ, നിങ്ങളൊക്കെ KR നാരായണനെയൊക്കെ പോലെ പൂണൂലില്ലാതെ ജീവിച്ച, മനുഷ്യനായി ജീവിച്ച, അന്തസ്സായി ജീവിച്ച, അഭിമാനത്തോടെ ജീവിച്ച ആൾക്കാരുടെ കാല് കഴുകി കുടിക്കണം ഈ പൂണൂലിട്ടവന്മാർ. അതിന് പകരം വ്യഭിചാരവും വെള്ളമടിയും മോഷണവും ഒക്കെ കൊണ്ട് നടക്കുന്നവൻ്റെ ശാപമാണത്രേ പിണറായി വിജയന് കിട്ടിയത്. എന്തായാലും ഞാനത് വിടുന്നു. മാന്യനും സദാചാര പാലകനുമായ ടിനി ടോം അൻസിബയെക്കുറിച്ച് അൻസിബ ഒരു സാമൂഹ്യ വിപത്താണെന്ന് ടിനി ടോം തിരിച്ചടിച്ചാൽ ടിനി ടോം ജയിലിലാകും. സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ ദുസൂചനയോടെ സംസാരിച്ചു എന്നൊക്കെ ചാർജ് ഷീറ്റിൽ എഴുതും എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അൻസിബയ്ക്ക് എങ്ങനെയും ടിനി ടോമിനെ അവമാനിക്കാൻ കഴിയും. നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ ഇരട്ടത്താപ്പാണത്രേ അത്. ടിനി ടോം എന്ന പുരുഷനെ ഇങ്ങനെ അധിക്ഷേപിച്ചാലും അവഹേളിച്ചാലും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലത്രേ. മാന്യനായി അന്തസ്സോടെ ജീവിച്ചാൽ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടാവും. പ്രേം നസീർ സിനിമാക്കാരുടെയൊക്കെ വീട്ടിൽ തെണ്ടിത്തിരിഞ്ഞ് കരഞ്ഞുകൊണ്ട് ചെന്ന് ചാൻസ് ചോദിച്ചെന്നൊക്കെ പറഞ്ഞാൽ അവൻ എത്ര വില മലയാളി കൊടുക്കും? കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ അനാവശ്യം നിന്നെ മറ്റേ മോളെ, പൂമോളെ, നിൻ്റെ അമ്മേരെ മറ്റത് എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിച്ചാൽ ബഹുമാനം ചോദിച്ചു വാങ്ങാനുള്ളതല്ല, കൊടുക്കാനുള്ളതാണ് ആൾക്കാർ. ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ മനസ്സിലെ കുറ്റബോധം എന്താണെന്ന് ചോദിച്ചാൽ, ജഗദീഷിനെയും ദേവനെയും ഒക്കെ അമ്മയുടെ ഈ പുതിയ ഭരണസമിതിയിൽ തിരഞ്ഞെടുക്കണമായിരുന്നു. ഞാൻ പോലും അവർക്കെതിരെ സംസാരിച്ച ആളാണ്. കാരണം ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും എല്ലാം കൂടെ ഉരുട്ടി തരുമെന്ന് വിചാരിച്ചു അമ്മയ്ക്ക്. ഞാൻ അമ്മയിലെ മെമ്പറല്ല, പക്ഷേ സിനിമാക്കാരുടെ സംഘടനയായ അല്ലെങ്കിൽ നടീനടന്മാരുടെ സംഘടനയിൽ ഇവർ രണ്ടും കയറിയാൽ ഒരുപാട് ഉണ്ടാക്കി കളയും എന്ന് വിചാരിച്ച എന്നെപ്പോലുള്ളവർ മണ്ടന്മാരാണ്. അത് ഞാൻ അംഗീകരിക്കും. പക്ഷേ ഒരു വയസ്സായ വൃദ്ധരായ ഒരു അമ്മയും അച്ഛനും ജീവിക്കുന്ന ഒരു വീട്ടിൽ മകൻ വിദേശത്ത്, പണത്തിൻ്റെ കൊഴുപ്പിൽ ടിനി ടോം വാങ്ങിക്കൊടുത്ത കാറിൽ ഭയങ്കര ശബ്ദമുണ്ടാക്കി, ബഹളമുണ്ടാക്കി, പാതിരാത്രി റോഡിൽ തെക്കും വടക്കും ഓടിച്ച് ആ വയസ്സായ ആ വന്ധ്യവയോധികരെ ഉണർത്തുക, ഉറങ്ങാൻ സമ്മതിക്കില്ല. ഈ വിവരം അറിഞ്ഞ് മകൻ വിദേശത്തുനിന്ന് വന്ന് പരാതി കൊടുത്തതിൻ്റെ പേരിൽ ആ വീട്ടിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് ടിനിയുടെ മോൻ വിളിക്കുന്ന തെറി രാഹുൽ ഈശ്വർ കേട്ടോ എന്ന് എനിക്കറിയില്ല. രാഹുൽ ഈശ്വർ പറയുന്ന കേട്ടതൊന്നും എൻ്റെ സുഹൃത്തു കൂടിയായ ടിനി ടോം ഗാന്ധിജിക്ക് പറഞ്ഞതാണ്. പരസ്പര എതിർ അഭിപ്രായങ്ങളും ഗ്രൂപ്പിസങ്ങളും അമ്മയിലുണ്ടാകാം. പക്ഷേ ടിനി ടോം എന്ന പ്രഗത്ഭനായ കലാകാരനെ മനഃപൂർവ്വം സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കാനും അപകീർത്തിപ്പെടുത്താനും അധിക്ഷേപിക്കാനും അൻസിബ ഒരുങ്ങുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളും പല ആൾക്കാരും അതിന് കൈയടിക്കുകയാണത്രേ. ആര് പറയണത്? ഈ രാഹുൽ ഈശ്വർ പൂണൂൽ ശാപമുള്ളവൻ. പലരോടും ഈ വിഷയത്തെപ്പറ്റി രാഹുൽ ഈശ്വർ സംസാരിച്ചത്രേ. പലരും പല തെളിവുകളും വോയിസ് ക്ലിപ്പുകളും രാഹുലിന് ആരൊക്കെയോ അയച്ചു കൊടുക്കുകയും ചെയ്തത്രേ. രാഹുലെ എവിടെയെങ്കിലും വെച്ച് എന്നെ കാണുമ്പോൾ കേള്, ടിനി ടോമിന് പിന്തുണ കൊടുക്കുന്ന തരുണിമണികളുടെ ലീലാവിലാസങ്ങളുടെ ഓഡിയോ ഞാൻ കേൾപ്പിച്ചുതരാം. സ്വന്തം ശബ്ദം ഞാൻ കേൾപ്പിച്ചുതരാം നിങ്ങൾക്ക്.
വില പേശുന്നതടക്കമുള്ള ഓഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഏജൻറ്റ് എത്ര രൂപ വാങ്ങിച്ചു എൻ്റെ പേരും പറഞ്ഞ് ഞാൻ കൂടെ കിടക്കുന്നതിന് എത്ര രൂപ വാങ്ങിച്ചു, ഇത്ര രൂപ വാങ്ങിച്ചു. ആ ദ്രോഹി അതിൻ്റെ 10 പോലും എനിക്ക് തരില്ല, അത് മുഴുവൻ അവൻ അടിച്ചു മാറ്റും എന്നൊക്കെ പറയുന്ന ക്ലിപ്പിങ്സ് അടക്കം ഞാൻ തരാം. അൻസിബയെക്കുറിച്ച് നിങ്ങൾ കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്നതിൻ്റെ 1000 ഇരട്ടി ക്ലിപ്പിങ്സുകളും ചിത്രങ്ങളും എൻ്റെ കയ്യിലുണ്ട്. വെറുതെ നാറ്റാൻ നിൽക്കണ്ട, ന്യായീകരിക്കാൻ നിൽക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അൻസിബ പുരുഷന്മാരെ അധിക്ഷേപിക്കുന്നു, അതിന് നമ്മുടെ നിയമ സംവിധാനം ഒരു വശത്ത് നിൽക്കുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പരാതി. അൻസിബ ഒരു മാതൃകാ വനിതയുടെ കെട്ടിയവനൊരു മെസ്സേജ് അയച്ചത്രേ, ദുസൂചനയുള്ള മെസ്സേജ്. ചില ഫോട്ടോകളെക്കുറിച്ച് ദുസൂചനയോടെ സംസാരിച്ച് കളഞ്ഞു അത്രേ. പാവം ആ കുലീനയായ സ്ത്രീയുടെ വീട്ടിൽ ഈ മെസ്സേജുകൾ വലിയ പ്രശ്നമുണ്ടാക്കിയത്രേ. പാവമായ ഒരു കലാകാരിയുടെ വീട്ടിലേക്കാണ് അൻസിബ മെസ്സേജ് അയച്ച് കുളമാക്കിയത് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. നട്ടാക്കുരുക്കാത്ത 1001 വട്ടം പച്ചക്കള്ളമാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. എന്തിനാണ് കണ്ട അലവലാദികൾക്ക് വേണ്ടി രാഹുൽ ഈശ്വർ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ രാഹുൽ ആ ടൈപ്പായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കള്ളക്കഥ ഉണ്ടാക്കുന്നത്. ഇത്രയും രാഹുൽ ഈശ്വറിൻ്റെ വാചകം കൂടി കേട്ടപ്പോൾ ഞാൻ പിന്നെ എനിക്ക് അയച്ചെന്ന ആ ക്ലിപ്പിങ്സ് അങ്ങ് ഓഫാക്കി. ഇയാൾ റോങ്ങായി സംസാരിക്കുമെങ്കിലും ബുദ്ധിയുള്ള ചെറുപ്പക്കാരനാണെന്നാണ് ഇതുവരെ ഞാൻ ധരിച്ചു വച്ചിരുന്നത്. കാള പെറ്റെന്ന് കേട്ടാൽ കയറെടുക്കുന്ന കക്ഷിയാണ് രാഹുൽ ഈശ്വർ എന്ന് ഈ വീഡിയോ ക്ലിപ്പിംഗ് കണ്ടപ്പോൾ എനിക്കും ബോധ്യമായി. എന്താ കാര്യം? രാഹുൽ പുറത്തുവിട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നവർ നല്ല പയ്യൻ എത്ര നന്നായി പുരുഷന്മാർക്കും അബലകളായ സ്ത്രീകൾക്കുമായി പക്ഷം പിടിക്കുന്നു, ഈ പിണറായി വിജയൻ തോറ്റത് നന്നായി എന്ന് നമുക്ക് തോന്നും. അമ്മയുടെ തലപ്പത്തുള്ള ഒരു ഭൂലോക തരികിട, അതായത് ഒരു നിർമ്മാതാവിനെ 20 ലക്ഷം വലിപ്പിച്ചതടക്കം ക്രിമിനൽ കേസിൽ കോർട്ടിൽ കൂട്ടിക്കയറി നിൽക്കുന്ന ഒരു തരികിട. പിന്നെ എന്തെല്ലാം കളിക്കാമോ ആ കളികളെല്ലാം കളിക്കുന്ന ഒരു തരികിട. ഭർത്താവിന് പുല്ല് പോലും വില കൊടുക്കാത്ത ഒരു തരികിട. ഇവർ ഗൾഫിൽ പോയി കുറേ വേണ്ടാതീന ഫോട്ടോകൾ എടുത്തിട്ട് എന്തിനാണെന്നറിയില്ല, ഇനി കച്ചവടത്തിന് വേണ്ടിയാണെന്ന് പ്രസിദ്ധീകരിച്ചു. അത് കണ്ട അൻസിബ മറ്റൊരു വേണ്ടാത്ത പണി ചെയ്തു. ഒരാവശ്യമില്ലാത്തതാണ് അൻസിബയ്ക്ക്. ചേച്ചി എന്തിനാ ചേച്ചി ഇത്തരം ഇച്ചിച്ചി പടങ്ങൾ എടുത്തതും പുറത്തിട്ടതും എന്ന് മെസ്സേജിലൂടെ ചേച്ചിയുടെ ഫോണിൽ ചോദിച്ചു. അണ്ടർലൈൻഡ് കേട്ടോ, ചേച്ചിയുടെ ഫോണിൽ ചോദിച്ചു. കണ്ണുരുട്ടി കാണിച്ചാൽ പെടുക്കുന്ന കെട്ടിയോൻ ഈ മെസ്സേജ് വായിച്ച് ചൂടായത്രേ. കുടുംബം തകർച്ചയുടെ വക്കീലായി എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അതുകൊണ്ട് ഈ നടി, ഈ എല്ലാ സത്യസന്ധതയുടെയും വിളനിലമായ നടി മതിലകം പോലീസിലൊരു പരാതി കാച്ചി. ഒരു SI പെണ്ണുമ്പിള്ള അൻസിബയെ 3.5 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്തത്രേ. എന്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ? അത്രേ ഉള്ളത്രേ. ഈ പെണ്ണുമ്പിള്ള ഒരു വായി നോക്കി നിർമ്മാതാവിനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 20 ലക്ഷം രൂപ കള്ളച്ചെക്ക് നൽകി പറ്റിച്ചതോ ക്രിമിനൽ കേസിൽ പ്രതിയായതോ രാഹുൽ ഈശ്വർ അറിഞ്ഞിട്ടേയില്ല എന്ന് പറയാൻ പറഞ്ഞു. ഉത്തമയായ സ്ത്രീ എന്നാണ് രാഹുൽ ഈശ്വർ. അപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ ഒരു നിലവാരം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്നും ഇതിൽ കൂടുതൽ പറയാനില്ല രാഹുൽ ഈശ്വറെ. നിങ്ങളൊക്കെ വിതച്ചത് കൊയ്യൂ എന്ന് മാത്രമേ ഞാൻ പറയൂ. നിങ്ങൾ ഈ പുരുഷന്മാർക്ക് വേണ്ടി നിന്ന് ഇപ്പം അബലകളായ സ്ത്രീരത്നങ്ങളായ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ രാഹുലെ നിങ്ങളുടെ നിലവാരം ഇപ്പം ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ നടൻ ജഗദീഷിന് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല. എന്നെ ആദ്യമായി പരിചയപ്പെട്ടത് എവിടെ വെച്ചാണ് എന്ന് ജഗദീഷ് സാറിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എഴുന്നള്ളത്ത് എന്ന ഹരികുമാറിൻ്റെ സിനിമ തുടങ്ങാൻ പോവുകയാണ്. ജയറാം, മുകേഷ്, ജഗദീഷ് എന്നിവരാണ് പ്രധാന വേഷക്കാർ. ചാർട്ടിങ്ങും സ്ക്രിപ്റ്റിൻ്റെ കോപ്പി എടുക്കലുമൊക്കെ സജീവമായിട്ട് ഞാനിരുന്ന് ചെയ്യുമ്പോൾ തമ്പാനുള്ള ഹോട്ടൽ ലിഡോയിലേക്ക് റൂമിലേക്ക് ഒരു ഫോൺ വന്നു. ഹലോ, ഹരിമാറുണ്ടോ? ഇല്ലല്ലോ, ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ തിരിച്ച് എന്നോട് ചോദിച്ചു, നിങ്ങളാരാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ദിനേശ് എന്നാണ്, ഞാൻ ഹരിസാറിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്, ഞാൻ ആക്ടർ ജഗദീഷാണ്, ഞാനിപ്പോൾ ഹിസ് ഹൈനസ് അബ്ദുള്ളയുടെ സെറ്റിലാണ്, എൻ്റെ ഡേറ്റ് അല്പം മുന്നോട്ട് തള്ളേണ്ടി വരും, കാരണം അബ്ദുള്ള വിചാരിച്ചതുപോലെ പറഞ്ഞ ദിവസം തീരില്ല, അത് പറയാൻ വിളിച്ചതാ.
എത്ര ദിവസം തള്ളേണ്ടി വരും എന്നായി ഞാൻ. അത് ഞാൻ ഹരിയോട് പറഞ്ഞോളാം. അല്ല, ഇവിടെ ചാർട്ടിങ് നടക്കുകയാണ്. ജയറാം, മുകേഷ്, താങ്കൾ, നിങ്ങൾ 3 പേരും ഇല്ലാത്ത ഒറ്റ സീനില്ല. പറഞ്ഞ ദിവസം ഷൂട്ടിംഗ് തുടങ്ങുകയും ചെയ്യും. ഡേറ്റ് മാറൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എൻ്റെ ഡേറ്റ് നീട്ടേണ്ടി വരും. അതങ്ങ് പറഞ്ഞേച്ചാൽ മതി. ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറല്ലേ ആയുള്ളൂ, അതുകൊണ്ട് കൂടുതൽ ഷൈൻ ചെയ്യണ്ട എന്നുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ജഗദീഷ്. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നാണ് വിളിച്ചത്. അവിടെ ആയിരുന്നു ലൊക്കേഷൻ. ഹരി സാർ വന്നപ്പോൾ ഞാൻ വിസ്തരിച്ച് കാര്യം പറഞ്ഞു. എന്തൊക്കെ വിളിച്ചു, എന്തൊക്കെ മറുപടി പറഞ്ഞു, എല്ലാം പറഞ്ഞു. അയാൾ നമുക്ക് തലവേദന ആവുമോ ദിനേശേ എന്നായി സാറ്. ഉറപ്പ്, വർത്തമാനം ആ വിധമാണ്. കാരണം ഹിസ്സൈനസ് അബ്ദുള്ള കിട്ടിയതുകൊണ്ട് അതിൻ്റെ ലെവലിലാണ് സംസാരിക്കുന്നത് ജഗദീഷേട്ടൻ. മാറ്റണോ അയാളെ? മാറ്റണം സാർ. പകരം ആര്? സാർ, പുറപ്പാടിൽ ഒരു പുതിയ നടനുണ്ടായിരുന്നു. എറണാകുളത്തുകാരനാണ്, സിദ്ദിഖ് എന്നാണ് പേര്. നന്നായി ചെയ്യും സാർ, ഉറപ്പ്. നമ്പറുണ്ടോ അയാളുടെ? അത് തപ്പിയെടുക്കുക സാർ. അന്വേഷിച്ചപ്പോൾ പൊന്മുടിയിൽ മുകേഷിൻ്റെ ഒപ്പം നാട്ടുവിശേഷം എന്ന പോൾ ഞാറക്കലിൻ്റെ സെറ്റിലുണ്ട് സിദ്ദിഖ്. അവിടെ അഭിനയിച്ച് തീർന്നിട്ടാണ് മുകേഷ് എഴുന്നള്ളത്തിന് വരുന്നത്. മുകേഷിന് കഴിയുമ്പോൾ അവിടെ സിദ്ദിഖിനും കഴിയും. കാര്യങ്ങൾ എളുപ്പമായി. ജഗദീഷിന് വച്ചിരുന്ന സുബ്രഹ്മണി എന്ന വേഷം സിദ്ദിഖിന് നൽകി. സിദ്ദിഖ് വന്ന് മനോഹരമായി ചെയ്തു ജഗദീഷിൻ്റെ പകുതി ശമ്പളത്തിൽ. അന്ന് ശമ്പളം വാങ്ങി തുടങ്ങുന്നേ ഉള്ളൂ സിദ്ദിഖ്. ഇപ്പോൾ സിദ്ദിഖിനെങ്കിലും അത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനാണ് അതിൻ്റെ ഹേതു. ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടുമില്ല. ഇതുവരെ ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച സിനിമകളിലെ മൊത്ത സീനുകളേക്കാൾ കൂടുതൽ സീനുകൾ എഴുന്നള്ളത്തിലുണ്ട് എന്നായിരുന്നു അക്കാലത്ത് സിദ്ദിഖ് പറയുമായിരുന്നത്. ഈ സെറ്റിൽ വെച്ചാണ് സിദ്ദിഖ് ആദ്യമായി സ്വന്തമായൊരു കാറ്, മാരുതി 800 കാറ് വാങ്ങുന്നത്. എന്ന ലൊക്കേഷനിൽ കാറിനെ ഭംഗിയായി സിദ്ദിഖ് കഴുകും. കഴുകി അവൻ കാറിൻ്റെ പെയിൻറ്റ് കളയുമെന്ന് മുകേഷ് കളിയാക്കുമായിരുന്നു. പിന്നെ ജഗദീഷുള്ള ഒരു സിനിമയിലും എനിക്ക് വർക്ക് ചെയ്യാനായിട്ടില്ല. എന്നാലും നല്ല ബന്ധമായിരുന്നു. കാണുമ്പോഴൊക്കെ ഒരുപാട് നേരം സംസാരിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിലാണ് വർക്ക് ചെയ്തത്. അത് ഈ അവസാനമാണ്. ബെൻഡ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസി എന്ന് പറഞ്ഞ ബാലു കുര്യത്തിൻ്റെ സിനിമയിൽ ജഗദീഷ് ഉണ്ടായിരുന്നു. ഞാനായിരുന്നു അസോസിയേറ്റ്. മുഖമുദ്രയിൽ തിരക്കഥയിൽ എന്തോ തിരുത്തൽ ജഗദീഷ് നടത്തി എന്ന പേരിൽ തിലകൻ ബെൻഡ ഡാനിയൽ സെറ്റിൽ ഒരു ഉപാധി വച്ചു. ഒരു കോപ്പി, തിരക്കഥയുടെ ഒരു കോപ്പി എനിക്ക് സംവിധായകൻ ഒപ്പിട്ട് എല്ലാ പേജിലും ഒപ്പിട്ട് തന്നാലേ ഞാനിതിൽ അഭിനയിക്കൂ എന്ന് വാശി പിടിച്ചു. ഒപ്പിട്ട് കൊടുത്തു. തിലകനില്ലാത്ത ഒരു 10 സീൻ ജഗദീഷ് തന്നെ എഴുതി ചിത്രീകരിച്ചാൽ തിലകൻ ചേട്ടൻ എങ്ങനെ അറിയും എന്ന് ഞാൻ അക്കാലത്ത് ആലോചിച്ചു. ഇത്രയും ശുദ്ധനായി പോയല്ലോ ഈ മനുഷ്യനെന്ന്. കാരണം ജഗദീഷ് ഒരു 10 സീൻ എഴുതും. നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ അറിയാമല്ലോ. അദ്ദേഹം ഒരു 10 സീൻ എഴുതി ഇതിൻ്റെ ഇടയിൽ കയറ്റിയാൽ 66A 52A എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞൊരു 10 സീൻ എഴുതി ഉണ്ടാക്കി ഇതിനിടയിൽ കയറ്റിയാൽ ഇങ്ങനെ അറിയാൻ പോകുന്നില്ല. പക്ഷേ അദ്ദേഹം വാശി പിടിച്ചു. ഡയറക്ടർ സ്ക്രിപ്റ്റിൽ ഒരു മാറ്റം വരത്തില്ല, അന്ന് ഓരോ സ്ക്രിപ്റ്റിൻ്റെ ഓരോ പേജിലും ഒപ്പിട്ട് തരണം. ഇതറിഞ്ഞ ജഗദീഷ് ഒട്ടും കാര്യമാക്കാതെ നന്നായി ബെൻഡ ഡാനിയൽ സഹകരിച്ചു. ഒരു തലവേദനയും ജഗദീഷിനെ കൊണ്ടുണ്ടായിരുന്നില്ല. ഇപ്പം ജഗദീഷിനെ ഓർത്തത് 2 ദിവസം മുമ്പ് എന്നെ ജഗദീഷ് വിളിച്ചു രാത്രി. വൈകി കണ്ടതിനാൽ, ഞാൻ കണ്ടത് ഒരുപാട് വൈകിട്ടാണ് മിസ് കോൾ കണ്ടത്. നാളെ തിരിച്ച് ഞാൻ വിളിക്കാമെന്ന് മെസ്സേജ് ഇട്ടു. പിറ്റേന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ദിനേശേ, എന്നെപ്പറ്റി നല്ലത് പറഞ്ഞാൽ, എന്നെപ്പറ്റി ഉള്ളത് പറഞ്ഞാൽ ഞാൻ ആരെയായാലും തിരിച്ചു വിളിക്കും. എന്നെപ്പറ്റി മോശം പറഞ്ഞാൽ കണ്ടതായി പോലും ഞാൻ നടിക്കില്ല. ഇന്നലെ നിങ്ങളുടെ വാരഫലത്തിൽ എന്നെക്കുറിച്ച് നന്നായി പറഞ്ഞു, താങ്ക്സ്. ഇതിനാണ് ജഗദീഷേട്ടൻ വിളിച്ചത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആകണമെന്ന് ജഗദീഷ് വിചാരിച്ചാൽ നടക്കുമായിരുന്നു. പക്ഷേ സിനിമ തിരക്കുള്ളതിനാൽ അദ്ദേഹം ഒരു ഓഫറും എനിക്ക് വേണ്ട എന്ന് അങ്ങോട്ട് കയറി പറഞ്ഞു എന്നായിരുന്നു വാരഫലത്തിൽ നമ്മൾ പറഞ്ഞത്. സത്യസന്ധമായാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ച് അവസാനം അമ്മയിലെത്തി. ഭരിക്കുന്ന കൂട്ടങ്ങളെ ഇറക്കി വിടാനായി
ചേട്ടൻ ജനറൽ ബോഡിയിൽ ശ്രമിക്കണം, അമ്മ നിലനിർത്തണം എന്ന് ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു. ശ്വേതയാണ് എനിക്ക് എതിരാളി എന്നറിഞ്ഞപ്പോൾ പിന്മാറിയ ആളാണ് ദിനേശേ ഞാൻ. അമ്മയുടെ സുഗമമായ നടത്തിപ്പിനായി ഞാൻ ജനറൽ ബോഡിയിൽ സംസാരിക്കാൻ ദിനേശേ എന്ന് പറഞ്ഞാണ് ഫോൺ വച്ചത്. എന്ത് നല്ല പെരുമാറ്റം എന്ന് പറയും ജഗദീഷ് ചേട്ടൻ. ഒരു കഥ കൂടിയേ ഉള്ളൂ, അതൊരു നല്ല രസമുള്ള കഥയാണ്, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. തലസ്ഥാനത്ത് വെയിലും മഴയും മാറി മറിയുകയാണ്. റെയിൽവേ സ്റ്റേഷൻ പരിസരവും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിലുമൊക്കെ രാത്രി പേമാരി പെയ്ത് വെള്ളം നിറഞ്ഞ് ഈ ഡാം പോലെ നിറഞ്ഞ് കെട്ടി താറുമാറാക്കി ജനജീവിതം. പകലാണെങ്കിൽ നല്ല ചൂടുള്ള വെയിലും. ഇത് തന്നെയാണ് തലസ്ഥാനത്തെ രാഷ്ട്രീയ മാപിനിയിലും എന്ന് പറയാം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറിപ്പറ്റാനും ബോർഡുകളിൽ തലപ്പത്തെത്തുവാനും സർക്കാർ സ്ഥലം മാറ്റങ്ങൾക്കും എതിരാളികളെ കാസർഗോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുമൊക്കെയായി കസർത്തുകൾ പലതും നടക്കുകയാണ് തലസ്ഥാനത്ത്. സിനിമാ മന്ത്രി PC വിശ്വനാഥ് അല്ലെങ്കിൽ വിശ്വനാഥിന് കർശന നിർദ്ദേശം പോയിട്ടുണ്ട് എന്ന് പറയുന്നു. കഴിഞ്ഞ 10 വർഷം പിണറായിയുടെ 10 വർഷക്കാലം പരസ്യമായി ഇടതുപക്ഷ ബോർഡുകളിൽ ഇരുന്നവർ ആരായാലും അവർ കോൺഗ്രസ് അനുഭാവികളായാൽ പോലും അടുപ്പിക്കേണ്ട എന്നാണ് നിർദ്ദേശം. ആര് ഭരിച്ചാലും ഒട്ടി നിൽക്കുന്ന ശബ്ദക്കാരിയടക്കം പെട്ടു എന്ന് തന്നെ പറയാം. VSൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും പിണറായിയുടെ 2 മന്ത്രിസഭാ കാലത്തുമൊക്കെ ഓരോ സിനിമാ ബോർഡിൽ കയറിപ്പറ്റി ഞെളിഞ്ഞു നടന്ന ശബ്ദക്കാരിയടക്കം അടുത്ത 5 വർഷം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറയേണ്ടി വരും. അടുപ്പിക്കണ്ട എന്നാണ് വിശ്വനാഥിന് നിർദ്ദേശം പോയിരിക്കുന്നത്. സംവിധായകൻ സിബി മലയിലിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻഷിപ്പ് ഒരു സ്വപ്നമാണ്. ചുണ്ടിനും കപ്പിനുമിടയിൽ ആ സ്വപ്നം ഇതുവരെ സാക്ഷാത്കരിക്കപ്പെട്ടില്ല. ഇത്തവണയും നടക്കാനിടയില്ല. അതിന് മുഖ്യ കാരണം കഴിഞ്ഞ പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്ന P രാജീവിൻ്റെ ഇലക്ഷന് സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ച പോസ്റ്റർ VD സതീശൻ്റെ മുന്നിൽ ഒരാളെത്തിച്ചു, ഒരു സിനിമാക്കാരൻ. ഇത്തരം ആളുകളെ ഒരു കാരണവശാലും ഉൾപ്പെടുത്തണ്ട എന്ന് വിശ്വനാഥിന് മുഖ്യൻ്റെ നിർദ്ദേശവും പോയി. ആ പോസ്റ്റർ എത്തിച്ച ആളിനെ എനിക്കറിയാം. സാംസ്കാരിക നായകന്മാരെല്ലാം നിരന്ന് രാജീവിൻ്റെ കൂടെ നിൽക്കുന്ന പോസ്റ്റർ അതെടുത്ത് VD സതീശൻ്റെ മുന്നിൽ വെച്ചു കൊടുത്തു. ഈ കക്ഷി അക്കാദമി ചെയർമാനാവാൻ ചിലപ്പോൾ വരും, അടുപ്പിക്കരുത് എന്ന് സിനിമാക്കാരൻ തന്നെ പറഞ്ഞു കൊടുത്തു. മഴ മാനത്ത് കാണും മുമ്പേ മഴ മനസ്സിൽ കാണുന്ന ഫെഫ്ക തലവൻ B ഉണ്ണികൃഷ്ണൻ, രഞ്ജി പണിക്കർ എന്നിവർ സിബി മലയിലിന് ഒരു ഉത്തരവിട്ടു. എന്തായാലും നിങ്ങളെ ചെയർമാനാക്കില്ല. ഫെഫ്കയെ റെപ്രസെൻ്റ് ചെയ്ത് GS വിജയനെ ചെയർമാനായി ഒരു ബോർഡിൽ ചലച്ചിത്ര അക്കാദമിയിൽ സ്ഥാനം നൽകണം എന്ന് മന്ത്രിയോട് പറയണം. സിനിമ എങ്ങനെ നന്നാക്കാം എന്നൊരു ചർച്ച ഇതിനിടയ്ക്ക് തട്ടിക്കൂട്ടി മന്ത്രി വിളിച്ചിരുന്നു. അവിടെ സിബി മലയിൽ വിഷയം വിശ്വനാഥിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. അതിനിടയിൽ കഴിഞ്ഞ 10 വർഷം GS വിജയൻ പിണറായി സർക്കാരിൽ എവിടെയൊക്കെ ആയിരുന്നു, എന്ത് ചെയ്യുകയായിരുന്നു എന്ന് തെളിവ് സഹിതം എതിർപക്ഷവും വിശ്വനാഥിന് സമർപ്പിച്ചു. നാളെ BJP അധികാരത്തിൽ വന്നാൽ അവിടെയും സുരേഷ് കുമാർ വഴി വിജയൻ സാറ് നോമിനി ആയിരിക്കും. ഒരു പ്രത്യേക ജനിസിലുള്ള ആളാണ് മേപ്പടിയാൻ എന്നും വിശ്വനാഥിനെയും VD സതീശനെയും അറിയിക്കേണ്ടവർ അറിയിച്ചു. കൂടെ ഉള്ളവർ തന്നെ അറിയിക്കുന്നുണ്ട് കേട്ടോ. ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ എന്നെ ചെയർമാനാക്കണമെന്ന വലിയ ശുപാർശ KC വേണുഗോപാൽ വഴി ആലപ്പി അഷ്റഫ് നൽകിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞത് സാംസ്കാരിക ക്ഷേമനിധി എന്നാണ്, അല്ല. പക്ഷേ അവിടെ കോൺഗ്രസ് നേതാവ് നിർമ്മാതാവും കൂടിയായ സമ്മദ് മങ്കട എന്ന് പറഞ്ഞ മുൻ MLA വരാനാണ് സാധ്യത ഏറുന്നത്. പക്ഷേ സമ്മദ് വേറെടുത്തും കൂടെ പിടിക്കുന്നുണ്ട്. സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനായി നിർമ്മാതാവ് M രഞ്ജിത്ത് എത്തും എന്ന് ഏതാണ്ട് ഉറപ്പായി. കാരണം രഞ്ജിത്തിന് KSFDCയോട് താല്പര്യമില്ല. അയാൾക്ക് സ്വന്തമായി യൂണിറ്റൊക്കെ ഉള്ളതുകൊണ്ട് പരാതികൾ വരാം എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ KSFDCയുടെ വർക്കുകളൊക്കെ
യൂണിറ്റൊക്കെ രഞ്ജിത്ത് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ വരാമെന്ന് വിചാരിച്ചായിരിക്കും രഞ്ജിത്ത് KSFDC കൈയൊഴിഞ്ഞു. വാസ്തവത്തിൽ KSFDCയുടെ ചെയർമാനായി രഞ്ജിത്തിനെ എടുക്കണമായിരുന്നു. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ രക്ഷപ്പെട്ടന്നെ. സ്റ്റുഡിയോയിൽ നല്ല ഷൂട്ടിംഗ് ഫ്ലോറുകളും റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും ഒക്കെ കൊണ്ടുവന്നെ. പക്ഷേ അയാൾക്ക് പേര് ദൂഷ്യം വരുമെന്ന് വിചാരിച്ചിട്ട് അയാൾ തന്നെ അതിൽ നിന്ന് പിൻവാങ്ങി. അതാണ് രഞ്ജിത്തിൻ്റെ ഒരു സ്വഭാവം. ആരും അയാളെ മോശം പറയുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ എ ഗ്രൂപ്പ്, പ്രത്യേകിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തൻ്റെ ഗുരുനാഥൻ്റെ മകനായ രഞ്ജിത്തിനായി നല്ല ശുപാർശ നടത്തിയിട്ടുണ്ട്. രഞ്ജിത്തിനെ പറ്റി ആർക്കും എതിർപ്പൊന്നുമില്ല എന്നതും പ്ലസ് പോയിൻ്റ് ആകാം. ഭാരത് ഭവനിലോ സംഗീത നാടക അക്കാദമിയുടെ തലവനോ ആകാൻ താല്പര്യമുണ്ടെന്ന് കാവാലം നാരായണ പണിക്കരുടെ മകൻ ഗായകൻ കൂടിയായ കാവാലം ശ്രീകുമാർ അറിയിച്ചു കഴിഞ്ഞു. അതിൽ ഭാരത് ഭവനാണ് അദ്ദേഹത്തിന് മുഖ്യം. മണക്കാട് രാമചന്ദ്രൻ എന്ന ഒരു സാംസ്കാരിക സംഘടന സ്വന്തമായി കൊണ്ടു നടക്കുന്ന വ്യക്തി ഭാരത് ഭവൻ സെക്രട്ടറി ആവാൻ റെഡിയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ വൈലോപ്പള്ളി സംസ്കൃതി ഭവനെങ്കിലും ആയാൽ മതി എന്നാണ് രാമചന്ദ്രൻ പറയുന്നത്. ഇവിടേക്ക് പ്രേം നസീറിൻ്റെ പേരിൽ ഒരു സംഘടന കൊണ്ടു നടക്കുന്ന തെക്കൻ കാറ്റ് ബാദുഷ മുസ്ലിം ലീഗ് വഴി എനിക്ക് ആ പോസ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞ് ശുപാർശ ചെയ്തിട്ടുണ്ട്. ജനതാദൾ പ്രവർത്തകരായിരുന്ന വീരേന്ദ്രകുമാറിൻ്റെ മരണത്തോടെ ജനതാദൾ വിട്ട സംവിധായകൻ ബാലു കിരിയത്തും ഒരു ബോർഡ് ചെയർമാനായി ആകാനായി ശ്രമിക്കുന്നു എന്നറിയുന്നു. സർവദാ അദ്ദേഹം അതിന് യോഗ്യനാണ് എന്ന് ഞാൻ പറയും. മാക്ടയുടെ ചെയർമാനാവാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരാളും അടുപ്പിച്ചില്ല. പക്ഷേ ഇത്രയും സീനിയോറിറ്റിയുള്ള ഒരു മനുഷ്യൻ, ആളുകളോട് നന്നായി പെരുമാറാൻ കഴിയുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ പോലൊരാളിന് അദ്ദേഹം പ്രായം കൊണ്ടും വന്ധ്യവയോധികനായി തുടങ്ങി. ഇനിയൊരംഗത്തിന് ബാല്യമുണ്ട് എന്ന് എനിക്ക് ഉറപ്പില്ല. അദ്ദേഹത്തിനൊരു ബോർഡ് തലപ്പത്ത് ഒരു സ്ഥാനം കിട്ടാൻ അർഹതയുണ്ട്. അത് കിട്ടുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. കാരണം കോൺഗ്രസ്സിൽ വച്ച് നീക്കുപോക്ക് നടത്താനേ സ്ഥലമില്ല, പിന്നെയല്ലേ മറ്റൊരു പാർട്ടിയിൽ. ജോഷി മാത്യു ചലച്ചിത്ര അക്കാദമി ചെയർമാനാകാനാണ് സാധ്യതയേറുന്നത്. ജോയ് മാത്യു ചെയർമാനായേ മടങ്ങൂ എന്ന വാശിയിലുമാണ്. ജോയ് മാത്യുവിന് VD സതീശൻ്റെ പിന്തുണ മാത്രമേ ഉള്ളൂ. മറ്റെല്ലാവരും, അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രമേശ് ചെന്നിത്തല, PC വിശ്വനാഥ് അടക്കമുള്ളവർ ജോഷി മാത്യു ആവട്ടെ എന്ന ചിന്തയിലാണ്. നമ്മുടെ സംവിധായകൻ, എൻ്റെ സുഹൃത്തായ ജോസ് തോമസ് ചലച്ചിത്ര അക്കാദമിയുടെ മെമ്പറാകും. അയാൾക്ക് മെമ്പറിനപ്പുറമുള്ള ആഗ്രഹമില്ല. എനിക്കത് കേട്ടപ്പോൾ രസം തോന്നി. അയാൾക്ക് മെമ്പറായാൽ മതി, സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റും ഒന്നും ആവണ്ട. അതിനപ്പുറം ഒരു ആഗ്രഹം ജോസ് തോമസ് പാർട്ടിയോട് പറഞ്ഞിട്ടില്ല. ന്യായമായും ജോസിനെ പരിഗണിക്കും. കോൺഗ്രസിൻ്റെ സാംസ്കാരിക സംഘടനയായ സംസ്കാര സാഹിതിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് 2 ദിവസം മുമ്പുണ്ടായിരുന്നു. ജോസ് തോമസ് അതിലെ വൈസ് ചെയർമാനാണ്. സംസ്കാര സാഹിതിയുടെ വൈസ് ചെയർമാനാണ് ജോസ് തോമസ്. ആൻഡോ ജോസഫാണ് ചെയർമാൻ. ജോഷി മാത്യുവും ഇപ്പോൾ MLA-മാരായി ജയിച്ച 2 പേരും ആ കമ്മിറ്റിയിലുണ്ട്, സാഹിതിയിലുണ്ട്. കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ സർക്കാരിൻ്റെ നക്കും നുണയും വാങ്ങി നടന്ന ഒറ്റയെണ്ണത്തിന് ഈ സർക്കാരിൻ്റെ ഒരു ബോർഡിലും എടുക്കരുതെന്ന് സംസ്കാര സാഹിതി വിശ്വനാഥിന് കത്ത് കൈമാറിക്കഴിഞ്ഞു. അതിനാലാണ് ഫെഫ്ക വഴി GS വിജയന് വേണ്ടിയുള്ള ശ്രമം ഉണ്ണികൃഷ്ണനും രഞ്ജി പണിക്കരും നടത്തുന്നത്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഞാൻ ശരിയാക്കി തരാം, എന്നെ ചെയർമാനാക്കൂ എന്ന് നമ്മുടെ നടൻ രവീന്ദ്രൻ മുറവിളി തുടങ്ങിയിട്ടുണ്ട് 2 ദിവസമായിട്ട്. ഞാൻ റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. രവീന്ദ്രൻ്റെയൊക്കെ ഒരു ചങ്കൂറ്റമാണ് ഞാൻ ആലോചിക്കുന്നത്. ദീപു കരുണാകരനെ ശുപാർശ ചെയ്തിരിക്കുന്നത് ശശി തരൂർ MP ആണ്. KC വേണുഗോപാലും പ്രിയപ്പെട്ടവനാണ്, KC വേണുഗോപാലിൻ്റെയും പ്രിയപ്പെട്ടവനാണ് ദീപു കരുണാകരൻ. ഞാനിപ്പോഴും പറയുന്നു, ദീപു ഈ തള്ളലിൽ തഴയപ്പെട്ടാൽ അയാൾ അക്കാദമിയുടെ സെക്രട്ടറി ആക്കണം. ഡെപ്യൂട്ടേഷൻകാരാണല്ലോ സെക്രട്ടറി ആകുന്നത് എന്ന കള്ളച്ചിന്ത വേണ്ട. വിവേകാനന്ദനും മഹേഷ് പഞ്ചുവും ഒക്കെ ഡെപ്യൂട്ടേഷൻകാരല്ലാതെ സെക്രട്ടറി ആയവരാണ് അക്കാദമിയിൽ. 5 വർഷക്കാലം അയാളെ സെക്രട്ടറി ആക്കിയാൽ മനോഹരമായി അയാൾ ഭരിക്കും. ബുദ്ധിയും വിവരമില്ലാത്ത ഏതെങ്കിലും ഒരു തന്നെ ചെയർമാനാക്കിയാലും നന്നായിട്ട് കൊണ്ടുപോകാൻ ഈ സെക്രട്ടറിക്ക് കഴിയും. പ്രിയങ്ക നായർ എന്ന വാമനപുരത്തുകാരി നടി സജീവമായി നിൽപ്പുണ്ട്. പാർട്ടിക്കായി നല്ല രീതിയിൽ പ്രവർത്തിച്ച വനിതയാണ് പ്രിയങ്ക. കല്ലറ സരസമ്മ മകൾ അംബികയും ഒരു കീ പോസ്റ്റിനായി ശ്രമിക്കുന്നുണ്ട്. നമ്മളറിയാത്ത നിരവധി പേർ ഏതെങ്കിലും സാംസ്കാരിക ബോർഡിൽ കയറിപ്പറ്റാനുള്ള തിക്കിത്തിരക്കിലാണ് തലസ്ഥാനത്ത് എന്ന് പറയാം.
സമദ് മങ്കടയെ ഭാരത് ഭവൻ്റെ ചെയർമാനാക്കാനാവും തീരുമാനം വരിക. ജനതാദൾ ആയിരുന്ന സിബി കെ തോമസ് എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടല്ലോ, ഉദയൻ സിബി ടീം, അതിലെ സിബി കെ തോമസ് എന്ന തിരക്കഥാകൃത്ത് മെനഞ്ഞാന്നോ മറ്റോ കോൺഗ്രസ്സുകാരനായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം ജനതാദളിൻ്റെ നോമിനിയായി ചലച്ചിത്ര അക്കാദമി GC മെമ്പറായിരുന്ന കക്ഷിയാണ് സിബി കെ തോമസ്. ഭരണം മാറിയപ്പോൾ ഞാൻ റെഡി, കോൺഗ്രസ്സുകാരനാണ് ഞാനെന്നും പറഞ്ഞ് അദ്ദേഹവും ഇറങ്ങിയിട്ടുണ്ട്. ചലച്ചിത്ര അക്കാദമി എക്സിക്യൂട്ടീവിലും വൈസ് ചെയർമാനുമായിരുന്നു ജോഷി മാത്യു. KR നാരായണൻ ഫിലിം അക്കാദമിയുടെ ആരംഭകാലത്ത് അതിൻ്റെ മുഖ്യ പങ്കാളിയും ആയിരുന്നു ജോഷി മാത്യു. രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിശ്വനാഥ് എന്നിവരുടെ പിന്തുണയും ജോഷി മാത്യുവിനുണ്ട്. AK ആൻ്റണിയെ വിളിച്ച് ചോദിച്ചാലും ജോഷി മാത്യുവിൻ്റെ പേര് ഉറപ്പായും പറയും. കാരണം പാലാ KM മാത്യുവിൻ്റെ മകൻ കൂടിയാണല്ലോ ജോഷി മാത്യു. നല്ല സിനിമയുടെ പക്ഷത്ത് നിൽക്കുന്ന, നല്ല സിനിമകൾ എടുക്കാൻ ശ്രമിക്കുന്ന ജോഷി മാത്യു ചലച്ചിത്ര അക്കാദമിയിൽ ചെയർമാനായി വന്നാൽ നന്നായി ശോഭിക്കും. അപ്പോഴും ഞാൻ പറയും, ദീപു കരുണാകരനെ അക്കാദമിയുടെ സെക്രട്ടറിയെങ്കിലും ആക്കണം. നന്നായി ഭരിക്കും ആ ചെറുപ്പക്കാരൻ. വൈസ് ചെയർമാനാക്കിയാലും ദീപു കരുണാകരൻ ശോഭിക്കും. തിരുവനന്തപുരം നിവാസിയായതിനാൽ ദീപു അക്കാദമിയുടെ ദൈനംദിന കാര്യങ്ങൾ ഭംഗിയായി നടത്തും. നിശബ്ദരെന്ന് നമുക്ക് തോന്നുന്ന പലരും അണ്ടർഗ്രൗണ്ടിൽ തങ്ങളുടെ ആഗ്രഹങ്ങൾ കോൺഗ്രസിൻ്റെ മുന്നിൽ വയ്ക്കുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം, മറ്റൊരു സത്യം. ഇതിൽ ആർക്കൊക്കെ നേർക്ക് വീഴും എന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. രസകരമായ ഒരു കാര്യം കൂടി പറയാം. 10 വർഷം ഭരിച്ച LDF പ്രതിപക്ഷത്തിരിക്കൂ, പാർട്ടിയെ വളർത്തൂ, 5 വർഷം കോൺഗ്രസ് ഭരിക്കട്ടെ എന്ന് ആദ്യം വച്ച് കാച്ചിയ കവി സച്ചിദാനന്ദൻ അടുത്ത 5 വർഷം സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആകാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. സത്യമാണോ എന്ന് എനിക്കറിയില്ല. കൂട്ടത്തിൽ വ്യാജ കത്തയച്ചവൻ ചലച്ചിത്ര സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനാകാൻ ഉടുപ്പൊക്കെ അടിച്ച് ഇന്നോവ കാർ വാടകയ്ക്കെടുത്ത് കറങ്ങി നടന്ന് ശുപാർശ വാരിക്കൂട്ടിയ മന്നൻ ആ അലവലാതി ആദ്യ റൗണ്ടിൽ തന്നെ തെറിച്ചു എന്ന് പറയുന്നു. ഇനി വേറെ ഏതെങ്കിലും വഴിയെ കയറുമോ എന്ന് എനിക്കുണ്ട്. ചിലപ്പോൾ GC മെമ്പറൊക്കെ ആവാം. ഒരിടത്തും അടുപ്പിക്കരുത്, നാറ്റ കേസാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.